മതവർഗീയ പ്രസ്താവന നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിക്ക് സുപ്രധാന വകുപ്പുകൾ നൽകാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ വിമർശനം ശക്തം. വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ നിർണായക വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ഷാജിക്ക് കൈമാറാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞു അല്ലേ? അപ്പം തിരിച്ചു പറയണത് എന്താണ്? മതമല്ല പ്രശ്നമല്ലേ പറയേണ്ടത്? പോയി പണി നോക്കണോ? എനിക്ക് എൻ്റെ മതം പ്രശ്നമാണ്. എൻ്റെ വിശ്വാസം എനിക്ക് വലുതാണ്, എൻ്റെ ജീവനേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഞാനത് മാറ്റി പറയില്ല. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കും. കൊക്കിലെ ജീവനുണ്ട്, തിരിച്ചു പിടിച്ചിരിക്കും. മാറ്റി പറയില്ലടോ. മതവർഗീയ പ്രസ്താവന നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിക്ക് മന്ത്രിസ്ഥാനം നൽകിയതിൽ UDFനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇതിനിടെയാണ് സംസ്ഥാന ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ഷാജിക്ക് ലഭിക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത്. വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, സാംസ്കാരികം തുടങ്ങിയ വകുപ്പുകളുടെ പേരുകളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. വിവാദ പരാമർശങ്ങളുടെ പേരിൽ വിമർശനം നേരിട്ട നേതാവിന് ഇത്തരം സുപ്രധാന വകുപ്പുകൾ നൽകുന്നത് മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ വിശദീകരണം. മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനം വരാനിരിക്കെ കെ.എം. ഷാജിക്ക് ലഭിക്കുന്ന ചുമതലകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. മതം മാത്രമാണ് പ്രശ്നമെന്നും സമുദായത്തിനു വേണ്ടി സ്കൂളുകളും കോളേജുകളും വാങ്ങിയെടുക്കലാകണം ലക്ഷ്യമെന്നും കഴിഞ്ഞ 9.5 വർഷം മുസ്ലിം വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ അധികാരം പിടിച്ചെടുക്കണമെന്നും തുടങ്ങുന്നതായിരുന്നു കെ.എം. ഷാജിയുടെ വിവാദ വർഗീയ പരാമർശം. ജനം, കോഴിക്കോട്.